ഹലോ ഗൈസ്, രമ്യയാണേ. അതെ, ഞാൻ ഇന്നൊരു കുട്ടി വ്ളോഗുമായിട്ട് വന്നതാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണേ. രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ട്സാണ് എറണാകുളത്ത്. ഒരാൾ രജിഷ, ഒരാൾ ഗീതു. അവളിവിടെയല്ല, അവൾ ഏരൂരാണ്. ഗീതു ഏരൂരാണ്, രജിഷ ഇവിടെയുണ്ട്. അപ്പോൾ അവളുടെ അടുത്തേക്കൊന്ന് പോവാണ്. സർപ്രൈസാണ്, ശരിക്കും പറഞ്ഞിട്ടൊന്നുമില്ല. സംഭവം വേറൊന്നുമല്ല, അവളെയും കൊണ്ടൊരു ചെറിയ ഉപകാരം വേണം എനിക്ക്. അതിനാണ് രാവിലെ പോകുന്നത്. ഇന്ന് എനിക്കില്ല കേട്ടോ, ഇന്ന് പോകണ്ട, ഇന്ന് പേഷ്യൻ്റ് സൈഡിലൊന്നും പോകണ്ട. അപ്പം സംഭവം വേറൊന്നുമല്ല, എൻ്റെ മുടി കളർ ചെയ്യാൻ പോകും. ഓൾറെഡി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബർഗണ്ടി കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോയി, കളറ് ഫെയിൽഡായിട്ട് കണ്ടോ. അപ്പോൾ കളറില്ല അധികം. ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു, കെരാറ്റിന്. മിനിങ്ങാന്ന് പോയിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ മുടി ഫുൾ അങ്ങ് പൊഴിയും. അപ്പോൾ എന്നിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോയി ചെയ്തു. ഞാൻ ആ സലൂണിലെ ഡീറ്റെയിൽസൊക്കെ ഇടാം കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്, അവിടുത്തെ സർവീസ് ഒന്നും പറയാനില്ല കേട്ടോ. അത്ര പക്കയായിട്ടാണ് സർവീസ് അവരുടെ. അതിനുള്ള എന്താ പറയുക, പേയ്മെൻ്റ് ആണെങ്കിലും ഭയങ്കര ചീപ്പ് റേറ്റിലാണ് എനിക്ക് ചെയ്തു തന്നത്. 3500 അവരെനിക്കിത് ചെയ്തു തന്നത് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, റൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫുള്ളല്ല. ഫുള്ള് ചെയ്യണമെങ്കിൽ ഭയങ്കര റേറ്റൊക്കെ ആവും. ഇതിനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ചെയ്യേണ്ട. അപ്പോൾ അതൊരു മുടി കൊഴിച്ചിലിനൊക്കെ ഒരു നല്ലതാണ്, ട്രീറ്റ്മെൻറ്റാണത് ശരിക്കും. ഓക്കെ, കളറും കൂടെ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് രജിഷയില്ലേ, അവൾ അത്യാവശ്യം മേക്കപ്പൊക്കെ ചെയ്യുന്നവളാണ്. ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടില്ല, പക്ഷെ അവൾ ചെയ്യും. അപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആ പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇനി അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇത് ഫുള്ളായിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ ഇടാം. അപ്പം രാവിലെ ഒരു 11 മണിയായിട്ടുണ്ട്. അവൾ ഡാൻസ് ക്ലാസ്സിന് പോയി. നമ്മൾ ഒരുമിച്ചായിരുന്നു ഡാൻസ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ പോയില്ല. അപ്പോൾ അവൾ തന്നെ പോയി. അപ്പം ഞാൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവളെ പരിചയപ്പെടുത്താം. വരുമോ എന്നറിയില്ല, വീഡിയോയുടെ മുന്നിൽ എനിക്കൊരു പ്രതീക്ഷയില്ല, എന്നാലും നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ പോകാനൊക്കെ റെഡിയായി. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി. ഓക്കെ, വെയിറ്റ്. ഗൈസ്, അപ്പോൾ ഞാനിത് ഇവിടെ വന്നു കേട്ടോ, രജിഷയുടെ ഫ്ലാറ്റിൽ വന്നു. സർപ്രൈസ് ഇവളിന്ന് തന്നെ വെട്ടിക്കൊല്ലുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് പോകുന്നുണ്ട്. നോക്കട്ടെ, ഇതിനകത്ത് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചമ്മുന്നതായിരിക്കും. എന്തെന്നാ പറഞ്ഞത്, എക്സ്പ്രഷൻ ഇപ്പം ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും കേട്ടോ, എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയാണ്ടാണോ അത്. ഇവള് കൊന്നില്ല കേട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരുടെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ ചുമ്മാ. എടി, എന്റെ മുടി ഒന്ന് കളർ ചെയ്യണം, നീ എനിക്ക് ചെയ്തു തന്നാ മതി. നീ ചെയ്താ മതി. ഇതാണ് കേട്ടോ ഗൈസ്, എന്റെ ഫ്രണ്ടാണ് കേട്ടോ, രജിഷ. നിങ്ങൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഞാൻ എന്റെ കൂടെ എപ്പോഴും കാണും. ഒരെണ്ണം കൂടെ ഉണ്ട്, ഗീതു. അവളെ പിന്നെ കാണിക്കാട്ടോ. അപ്പോ ഞാൻ എന്തായാലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇവളുടെ വക ഇനിയിപ്പോ ഒരു എന്താ പറയാ, ഇച്ചിരി വെള്ളം കുടിപ്പിക്കലൊക്കെ ഉണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ കുടിപ്പിക്കലുണ്ട്. വഴക്ക് പറയുന്ന പേടിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ പ്രൊഡക്റ്റ് കാണിക്കാം കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? അപ്പം ഇതാണ് പ്രൊഡക്റ്റ്, ഇതാണ്. അപ്പം ഇത് ഇടുന്നതും കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫുള്ള് കാണിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയാട്ടുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ആയിപ്പോവും, കളറായി പോകും. നാളെ പേഷ്യൻ്റ് സൈഡിൽ പോകേണ്ടതാണ്. ഇന്ന് പേഷ്യൻ്റ് ഇല്ല, പക്ഷെ നാളെ പേഷ്യൻ്റ് ഉണ്ട്. ഇന്ന് കുളമാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുണ്ടോ, സാധനങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ ഓക്കെ, ഇടുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. റിച്ചയാണ് ബ്യൂട്ടീഷ്യൻ.
എന്താവോന്ന് അറിയില്ല, നാളെ പേഷ്യൻസ് അടി പോകാൻ പറ്റും. നിന്നേക്കാളും പേടി എനിക്കാണ്. അവൾക്ക് എന്നെ കഴിഞ്ഞും പേടിയാണ്. കേട്ടോ നമ്മള് എന്താ ഞങ്ങൾ നല്ല സെറ്റ് ചെയ്ത് ഓൾ സെറ്റാണ്. എന്തൊക്കെ അഭിപ്രായങ്ങളാ. പിന്നെ നമുക്ക് നമ്മളെ അല്ലേ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആരെങ്കിലും പരീക്ഷിക്കാൻ സംഭവിക്കും. എന്നെ പോലെ വട്ട പിടിച്ച കൂട്ടുകാരാട്ടോ എനിക്ക് 2 എണ്ണം കിട്ടിയേക്കുന്നത്. എന്താ ഇങ്ങനെ പകുതി മുക്കാൽ മുടിയിലും ചെയ്യണം. അപ്പം എനിക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഏറെക്കുറെ കാണുന്നുണ്ടല്ലോ ഇതെങ്ങനെയാണെന്ന്. കണ്ടോ കളർ കണ്ടല്ലോ, ബർഗണ്ടി കളർ, അതായത് എൻ്റെ ഡ്രസ്സിൻ്റെ കളറാട്ടോ അല്ലേ, നല്ല കളറാട്ടോ, ബീട്രൂട്ട് കളർ എന്നൊക്കെ ബീട്രൂട്ട് കളർ. ഏകദേശം എൻ്റെ മുടി നല്ല ഡാർക്ക് ആയതുകൊണ്ട്, ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര എടുത്ത് നിൽക്കില്ല. ഞാനത് അങ്ങനെ നോക്കി സെലക്ട് ചെയ്തതാണ്. ഞാൻ ഫാഷൻ ഷോയ്ക്കൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ മതി. ഗ്ലൗസ് ഇട്ടില്ല രേഷനി, ഗ്ലൗസ് ഇടറി, നാളെ നിനക്ക് ഹൗസ് വാമിങ് ഉള്ളല്ലേ. സത്യം. ഓക്കെ കേട്ടോ, ബൈ ബൈ. അപ്പം ഈ ഫോണും ഇതും കൂടെ പിടിച്ചിട്ട് എല്ലാം കൂടെ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇനി എല്ലാം കഴിഞ്ഞ് മുടി വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഓക്കെ റീല് കാണിക്കാം കേട്ടോ. ഓക്കെ ബൈ ബൈ. ഹലോ, അപ്പോൾ ഇതാ ഞാൻ വീണ്ടും വന്നു കേട്ടോ. വീഡിയോ ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് എടുത്തത്. അപ്പം നമ്മൾ കളറൊക്കെ ചെയ്ത് കേട്ടോ മുടിയിൽ. കാണാൻ പറ്റുന്നുണ്ടോ, ഒരു കൊച്ചൊരു ഷെയ്ഡ് കാണുന്നുണ്ടോ, ഒരു ഭയങ്കര വലിയ കളറൊന്നും കിട്ടിയില്ല, പക്ഷെ കുഴപ്പമില്ല, ആവറേജ് ഉണ്ടോ, ഒരു ചെറിയൊരു. എനിക്ക് ഒരുപാട് കളർ പാടില്ല, കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടോ അല്ലേ, ഭയങ്കര കളറൊന്നും പാടില്ല. എന്നാലൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ബർഗണ്ടി കളറ് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഭയങ്കര വലിയ കളറല്ല, കുഴപ്പമില്ല, ആവറേജ്. പൈസയൊക്കെ ഉള്ളതുകൊണ്ട് അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ പോയി ചെയ്യാനൊക്കെയാണ് ഭയങ്കര പൈസയാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യണം, നല്ല പൈസയാണ്. ഇത് രജിസ്റ്റർ ചെയ്ത് തന്നതുകൊണ്ട് പിന്നെ ഒരാൾ വേണമല്ലോ, അല്ലാതെ നമുക്ക് തന്നെ ഇതാക്കാൻ പറ്റില്ല. കുഴപ്പമില്ല കേട്ടോ, അവർ നല്ലൊരു ഭംഗിയിൽ ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. രാവിലെ പോയതാ, ടൈം കണ്ടോ 3 മണി. രാവിലെ എത്ര 9 മണിക്ക് 10 മണിക്ക് അങ്ങോട്ട് പോയതാന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ കൂടിയാ വർത്താനം നിർത്തത്തില്ല. ഇന്ന് പിന്നെ എനിക്കും ഇല്ലായിരുന്നു, ഡ്യൂട്ടി ഇല്ലായിരുന്നു, അവൾക്കും ഡ്യൂട്ടി ഇല്ലായിരുന്നു, 2 പേർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിപ്പൊന്നുമില്ല. എപ്പോഴും വിളിക്കും, പോവലൊന്നുമില്ല. അപ്പോൾ ഇന്നാണ് ഒന്ന് തരം കിട്ടിപ്പോയ. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ഗീതു. വേറൊരു ദിവസം പരിചയപ്പെടുത്തി തരാം ഞാൻ. ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ ചേറായി ട്രിപ്പ് പോകുന്നുണ്ട്. ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു നമ്മളോട് റിസോർട്ട്, കൊട്ടാരം എന്നാണ്, അവിടെ ഒരു റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 ഫ്രണ്ട്സും പിന്നെ നമ്മുടെ കുട്ടികളും മാത്രം. ഞാനും അമ്പാടിയാദി, രജിഷയുടെ 2 കുട്ടികളും, ഗീതുവിൻ്റെ ഒരു മോനും, ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ അത് തിരുത്തി പറഞ്ഞു തരണം, എന്നാലേ എനിക്ക് അറിയത്തുള്ളൂ ഇത് എത്രത്തോളം ഇനി നന്നാക്കാമെന്ന്. ഞാൻ വലിയ വ്ളോഗറൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, വലിയ വ്ളോഗറും കാര്യങ്ങളൊന്നും അല്ല. പെട്ടെന്ന് എടുത്തിയാടി ഉണ്ടാക്കിയൊരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ഒരുപാടുണ്ടാവും. നിങ്ങൾ പറഞ്ഞു തന്നാൽ അതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താം. ഓക്കെ, ബൈ ബൈ, സി യു.